രണ്ടാം വത്തിക്കാൻ സുനോസിൻ്റെ ആരാധനക്രമത്തെ പറ്റിയ പ്രമാണരേഖയിൽ ഒരു അധ്യായം തിരുക്കർമ്മഗീതങ്ങൾക്ക് വേണ്ടി, ദേവാലയ സംഗീതത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണ്. പല കാര്യങ്ങൾ അതിൽ അത് ആ രേഖയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം തിരുക്കർമ്മ ഗീത രചയിതാക്കളെ പറ്റിയാണ്. എപ്രകാരമുള്ള ഗീതങ്ങളാണ് ഈ രചയിതാക്കൾ രചിക്കേണ്ടത്? വളരെ കൃത്യമായിട്ട് സുനോസ് നമ്മളോട് ആവശ്യപ്പെടുന്നൊരു കാര്യം ഇതാണ്. ദേവാലയത്തിൽ ആലപിക്കുന്ന ഗീതങ്ങൾ ബൈബിളിൽ നിന്നോ ആരാധനക്രമ ഉറവിടങ്ങളിൽ നിന്നോ ജന്മമെടുക്കുന്നതായിരിക്കും ഏറ്റവും നന്ന്. നമുക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ ചിലപ്പോൾ സങ്കീർത്തനങ്ങൾ ഗീതങ്ങളായിട്ട് ആലപിക്കാറുണ്ട്. നമുക്കറിയാം 150 സങ്കീർത്തനങ്ങൾ. ഏത് സങ്കീർത്തനം എടുത്തു നോക്കിക്കോ, ലോകാവസാനം വരെ പാടിയാലും അർത്ഥം നഷ്ടപ്പെടാത്ത വാക്കുകളും ആശയങ്ങളുമാണ് ഈ സങ്കീർത്തനങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ സങ്കീർത്തനങ്ങൾ ഗീതങ്ങളായിട്ട് ആലപിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വിശുദ്ധിയും അർത്ഥസമ്പുഷ്ടതയും അതിനുണ്ട്. അതുകൊണ്ട് രണ്ടാം വത്തിക്കാൻ സുനോസ് പറഞ്ഞു, കഴിയുന്നതും രചനകൾ, ഗീതങ്ങൾ ബൈബിളിൽ നിന്നോ ആരാധനക്രമ ഉറവിടങ്ങളിൽ നിന്നോ ജന്മമെടുക്കുന്നതായിരിക്കണം. അതിനെ അടിസ്ഥാനമാക്കി വേണം. രണ്ടാമതൊരു സവിശേഷമായിട്ട് പറയുന്ന കാര്യം, ദേവാലയത്തിൽ ആലപിക്കുന്ന ഗീതങ്ങൾ നമ്മുടെ മനസ്സുകളെ ദൈവത്തിലേക്ക് ഉയർത്താൻ സഹായിക്കുന്നവയായിരിക്കണം. ആളുകളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന, അവരെ പല വിചാരത്തിലാക്കുന്ന ഗീതങ്ങൾ ഒരിക്കലും ദേവാലയത്തിൽ ആലപിക്കാനായിട്ട് പാടില്ല. ഈ പശ്ചാത്തലത്തിൽ നമ്മൾ 12 പീസ് മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യം ഓർത്തിരിക്കണം. ചില ആളുകൾ പറയും കലയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ആരാധനക്രമമോ സഭയോ മാർപ്പാപ്പമാരോ ഗീതങ്ങൾ രചിക്കുകയും ആലപിക്കുകയും ചെയ്യുന്നവരുടെ പേരിൽ ഒരു നിബന്ധനകളും വയ്ക്കാനായിട്ട് പാടില്ല. കാരണം കലയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതിനെ വളരെ ശക്തമായിട്ട് അപലപിച്ചുകൊണ്ട് 12 പീസ് മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്. കലയ്ക്ക് വേണ്ടിയാണെന്ന് ആരെങ്കിലും വാദിച്ചാൽ അത് അവരുടെ കാര്യം. ദേവാലയ സംഗീതത്തെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങൾ അത് നിർവഹിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും ആ രചയിതാക്കളുടെ രചനകളോ അത് ആലപിക്കുന്നവരുടെ ആലാപനമോ ഒരിക്കലും സഭയ്ക്ക് സ്വീകാര്യമില്ല. എന്താണ് 2 കാര്യങ്ങൾ? ഒന്ന്, ക്രൈസ്തവ ചൈതന്യത്താൽ നിറയുന്നവരായിരിക്കണം രചിക്കുന്നവരും ആലപിക്കുന്നവരും. ക്രിസ്ത്യാനികളാണെന്നല്ല, ക്രൈസ്തവ ചൈതന്യത്താൽ നിറഞ്ഞവരായിരിക്കണം. രണ്ടാമതായിട്ട്, ദൈവത്തോട് അടുപ്പമോ സ്നേഹമോ ഇല്ലാത്തവർക്ക് ദേവാലയ സംഗീതം രചിക്കുന്നതിനോ ആലപിക്കുന്നതിനോ അനുവാദം കൊടുക്കാൻ പാടില്ലാത്തതാണ്. വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ദേവാലയത്തിൽ വരുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. സർവശക്തൻ പിതാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന വിശ്വാസം ഏറ്റുപറയാത്ത ഒരുവൻ ദേവാലയത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുന്നതിൽ, പാട്ട് പാടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇതാണ് മാർപ്പാപ്പ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം അതാണ്. അപ്പോൾ അതുകൊണ്ട് ദേവാലയങ്ങൾ പ്രാർത്ഥനയ്ക്കുള്ള ആലയങ്ങളാണെന്നുള്ള ബോധ്യത്തോടു കൂടി വേണം ഗീതങ്ങൾ രചിക്കാനും അവ ആലപിക്കാനും. രണ്ടാം വത്തിക്കാൻ സുനോസ് അടിവരയിട്ട് പറയുന്ന മറ്റൊരു കാര്യം, ഗായക സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. രചനകളും ആലാപന രീതിയുമൊക്കെ ചെറിയ ഗായക സംഘങ്ങൾക്കും വലിയ ഗായക സംഘങ്ങൾ ഉപയോഗിക്കാവുന്നതായിരിക്കണം. അതിലെല്ലാം ഉപരിയായി ജനങ്ങളുടെ ഭാഗഭാഗിത്വം ഉറപ്പാക്കുന്ന ഗീതങ്ങൾ മാത്രമേ ദേവാലയത്തിൽ ആലപിക്കാവൂ. എന്ന് പറഞ്ഞാൽ 1-2 പേര് ആലപിക്കുകയും 8-10 പേര് ഉപകരണങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ആളുകളെല്ലാവരും നിശബ്ദരായിരിക്കുകയും ചെയ്യുന്നൊരു സംവിധാനം ഒരിക്കലും ദേവാലയ സംഗീതത്തിൻ്റെ ശൈലിയല്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടി ഭാഗഭാഗിത്വം വഹിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ട്യൂണുകൾ ലളിതമായിരിക്കണം, വാക്കുകൾ അവർക്ക് കൂടി ഉച്ചരിക്കാൻ സാധിക്കുന്നവയായിരിക്കണം. അവരുടെ ശബ്ദം മുഴങ്ങി കേൾക്കത്തക്ക രീതി വേണം ദേവാലയ സംഗീതം രൂപപ്പെടുത്താൻ എന്നുകൂടി രണ്ടാം വത്തിക്കാൻ സുനോസ് പറയുന്നുണ്ട്. ജനങ്ങളുടെ സ്വരം മുഴങ്ങി കേൾക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും വാദ്യോപകരണങ്ങളുടെ സ്വരം താഴ്ന്നിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ വരുത്തിയിട്ട് വേണം ദേവാലയ സംഗീതം മൂടി പിടിപ്പിക്കാൻ എന്ന് രണ്ടാം വത്തിക്കാൻ സുനോസ് പ്രത്യേകമായിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ദേവാലയ സംഗീതത്തിലെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചത് ജനങ്ങളുടെ ഭാഗഭാഗിത്വം വർദ്ധിപ്പിക്കുന്നതായിരിക്കണം. ദേവാലയത്തിൻ്റെ പരിശുദ്ധിക്കും ജനങ്ങളുടെ മനസ്സുകൾ, ഹൃദയങ്ങൾ ദൈവത്തിലേക്ക് ഉയർത്താൻ സഹായിക്കുന്ന രീതിയിൽ മാത്രമേ ദേവാലയ സംഗീതത്തെ
നമ്മൾ മുടി പിടിപ്പിക്കാനായിട്ട് പാടുള്ളൂ.